രാമായണ കഥ കുട്ടികൾക്ക് എന്ന ശ്രീ കുഞ്ഞിക്കുട്ടൻ ഇളയതിൻ്റെ പുസ്തകമാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 12-ാം അധ്യായമാണ്. ശ്രീരാമചന്ദ്രൻ്റെ കഥയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. എല്ലാവരും കേൾക്കുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. കുട്ടികളും നേരത്തെ തയ്യാറായി കഴിഞ്ഞു. കഥ തുടർന്നു. മന്ത്രിയും ഭരതനും രാമാശ്രമത്തിൽ പ്രവേശിച്ചു. രാമൻ്റെ കാലടിപ്പാടുകൾ കണ്ടപ്പോൾ ഭരതൻ തിരിച്ചറിഞ്ഞു. താമര, ധ്വജം മുതലായ ചിഹ്നങ്ങളുള്ള രാമപാദമുദ്രയിൽ വീണുരുണ്ട് ധന്യനായി. രാമനെ കണ്ടപ്പോൾ ഭരതൻ ഓടി അടുത്തെത്തി ജ്യേഷ്ഠൻ്റെ കാൽക്കൽ വീണു. അനുജനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് രാമൻ വീണ്ടും വീണ്ടും മാറോടണച്ചു. ലക്ഷ്മണൻ ഭരതനെ വന്ദിച്ചു, ശത്രുഘ്നൻ ലക്ഷ്മണകുമാരനെയും. അമ്മമാരെല്ലാം കൂട്ടം കൂടി രാമൻ്റെ മുന്നിലെത്തി. രാമൻ കൗസല്യാദേവിയെ വണങ്ങി. അമ്മ കണ്ണുനീരോടെ മകനെ പുണർന്നു. രാമൻ മറ്റ് അമ്മമാരെ വണങ്ങാനും മറന്നില്ല. വസിഷ്ഠനെ സാഷ്ടാംഗം നമസ്കരിച്ചു. എല്ലാവരോടുമായി രാമൻ ചോദിച്ചു, അച്ഛന് സുഖമല്ലേ? അദ്ദേഹം എന്തു പറയുന്നു? എല്ലാവരും മൗനം ഭജിച്ചു. വസിഷ്ഠൻ പറഞ്ഞു, അച്ഛൻ നിങ്ങളുടെ വേർപാടിൽ അതീവ ദുഃഖിതനായിരുന്നു. നിങ്ങളെ തന്നെ നനച്ച് സ്വർഗം പ്രാപിച്ചു. അയ്യോ അച്ഛാ! രാമൻ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞ് നിലത്ത് വീണു. കൂടെ എല്ലാവരും കരഞ്ഞു. വസിഷ്ഠൻ വളരെ പണിപ്പെട്ട് എല്ലാവരെയും സമാധാനിപ്പിച്ചു. എല്ലാവരും ഗംഗയിൽ കുളിച്ചു. രാമനും ലക്ഷ്മണനും പിതൃക്കൾക്ക് തർപ്പണം ചെയ്ത് ദശരഥൻ്റെ പിണ്ഡം വെച്ചു. വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം അന്ന് എല്ലാവരും ഉപവസിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ഭരതൻ രാമൻ്റെ അടുത്തു ചെന്നു. കാര്യം പറയുക തന്നെ. ചെറുപ്പത്തിൽ സന്യാസം സ്വീകരിക്കൽ ക്ഷത്രിയ ധർമ്മമല്ല. മറ്റുള്ളവരെ രക്ഷിക്കുകയാണ് ക്ഷത്രിയൻ്റെ കടമ. വയസ്സുകാലത്ത് മാത്രമേ രാജാവിന് വനവാസം വിധിച്ചിട്ടുള്ളൂ. ഭരതൻ ന്യായങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ രാമന് കാര്യം മനസ്സിലായി. എങ്കിലും ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ നടിച്ചു. ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. ജ്യേഷ്ഠനാണ് രാജാവാകേണ്ടത്. രാജ്യം ഭരിക്കേണ്ടതും ഞാനല്ല, ഭരതൻ യാചിച്ചു. അച്ഛൻ്റെ ഹിതപ്രകാരമാണ് ഞാൻ വനവാസത്തിന് ഇറങ്ങിയത്. ഭരതന് നാടു നൽകിയതും അച്ഛൻ്റെ ആജ്ഞ തന്നെ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അച്ഛൻ്റെ വാക്കു പാലിക്കേണ്ട ചുമതല നമ്മൾ രണ്ടുപേർക്കുമുണ്ട്, രാമൻ പറഞ്ഞു. ഭരതൻ്റെ വാദഗതികളിലൊന്നും രാമൻ താല്പര്യം കാണിച്ചില്ല. അച്ഛനെയോ അമ്മമാരെയോ കുറ്റം പറയുന്നതും ഇഷ്ടപ്പെടില്ല. ഭരതന് രാജ്യം അച്ഛൻ തന്നതാണ്, എനിക്ക് വനവും. അത് അങ്ങനെ തന്നെ നടക്കട്ടെ. രാമൻ തൻ്റെ തീരുമാനം അറിയിച്ചു. രാമൻ കുലഗുരുവിൻ്റെ മുഖത്തു നോക്കി ഭരതനെ സമാധാനിപ്പിക്കാൻ കണ്ണുകാട്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരം നിർത്തി. നടന്നതൊക്കെയും ഈശ്വരേച്ഛയാണെന്നും 14 വർഷങ്ങൾക്കു ശേഷം രാമൻ തിരിച്ചെത്തുമെന്നും ഒക്കെ പറഞ്ഞ് വസിഷ്ഠൻ ഭരതനെ സമാധാനിപ്പിച്ചു. വസിഷ്ഠൻ്റെ വാക്കുകൾ കേട്ട് ഭരതൻ ഒട്ടു ശാന്തനായി. പക്ഷേ ഭരതൻ ഒരാഗ്രഹം അറിയിച്ചു. ജ്യേഷ്ഠൻ മടങ്ങി വരുന്നതുവരെ പൂജിക്കാൻ ജ്യേഷ്ഠൻ്റെ പൂജ്യ പാദുകങ്ങൾ വേണം. അനുജൻ്റെ ആഗ്രഹം രാമൻ സ്വീകരിച്ചു. തൻ്റെ മെതിയടികൾ വാത്സല്യത്തോടെ ഭരതനു നൽകി. അവ എടുത്ത് രാമനെ വലം വെച്ച് വീണ്ടും വണങ്ങി ഓർമ്മപ്പെടുത്തി. 14 വർഷം തികയുന്ന അന്ന് തന്നെ മടങ്ങിയെത്തണം, അല്ലെങ്കിൽ ഈ അനുജൻ അഗ്നികുണ്ഡത്തിൽ ചാടി മരിക്കും. ഇത് സത്യം. തീർച്ചയായും വരും, രാമൻ ഉറപ്പു നൽകി. ഭരതൻ മെതിയടികൾ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ചു. ജ്യേഷ്ഠന് വേണ്ടി രാജ്യം ഭരിച്ചു. കിരീടമില്ലാത്ത രാജാവ്. എല്ലായ്പ്പോഴും രാമനെ ധ്യാനിച്ച് മരവുരി ഉടുത്ത് കായും കിഴങ്ങും പഴങ്ങളും ഭക്ഷിച്ച് വ്രതനിഷ്ഠയോടെ ശത്രുഘ്നനോടൊപ്പം ജീവിച്ചു. ശ്രീരാമനും സീതയും ലക്ഷ്മണനും ചിത്രകൂടത്തിൽ നിന്നും യാത്രയായി ദണ്ഡകം എന്ന വനത്തിൽ എത്തിച്ചേർന്നു. അവിടെയാണ് അത്രി മഹർഷിയുടെ ആശ്രമം. അനസൂയ അത്രി മുനിയുടെ പത്നിയാണ്. ധർമ്മമറിയുന്നവരാണവർ. ധർമ്മതൽപരയാണ്. രാമൻ്റെ അനുമതിയോടെ സീത ആശ്രമത്തിലേക്ക് കടന്നു ചെന്ന് അവരെ വന്ദിച്ചു. സന്തോഷം കൊണ്ട് ആ തപസ്വിനിയുടെ കണ്ണുകൾ നിറഞ്ഞു. വീണ്ടും വീണ്ടും മോളെ എന്ന് വിളിച്ച് സീതയെ മാറോട് ചേർത്ത് പുണർന്നു. ലക്ഷ്മി ദേവി തൻ്റെ ആശ്രമത്തിൽ എത്തിയിരിക്കുന്നു. ഇതിൽ പരം സന്തോഷിക്കാൻ എന്തു വേണം? അവർ സൂക്ഷിച്ചിരുന്ന തൻ്റെ 2 കുണ്ഡലങ്ങളും ദിവ്യമായ പട്ടുവസ്ത്രങ്ങളും സീതയ്ക്ക് നൽകി. അവ ധരിച്ചാൽ കൂടുതൽ സൗന്ദര്യവതിയാകും. അഴക വിട്ടകലാതിരിക്കാൻ പണ്ട് വിശ്വകർമാവ് അനസൂയയ്ക്ക് നൽകിയതാണവ. സീത സന്തോഷത്തോടെ അവ വാങ്ങി ധരിച്ചു. ഏറ്റവും വലിയ പതിവ്രതയാണ് അനസൂയ. എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും പാതിവ്രത്യം കൈവടിയരുതെന്ന് അവർ സീതയോട് ഉപദേശിച്ചു. അത്രി മഹർഷിയുടെ ആഗ്രഹപ്രകാരം അന്ന് അവർ ആ ആശ്രമത്തിൽ വിശ്രമിച്ചു.
രാമൻ സന്തോഷത്തോടെ സീതയോടൊത്ത് യഥാകാലം കൊട്ടാരത്തിലേക്ക് മടങ്ങട്ടെ. യാത്രാവസരത്തിൽ തപസ്വിനി സീതയെ അനുഗ്രഹിച്ചു. ഘോരമായ ദണ്ഡകവനത്തിലേക്കാണ് യാത്ര. ആ വനത്തിലേക്കുള്ള വഴി കാട്ടിക്കൊടുക്കാൻ മഹർഷി ശിഷ്യന്മാരെ അയച്ചു. അത്രി മുനി അവരെ യാത്രയാക്കി ആശ്രമത്തിലേക്ക് മടങ്ങി. കഥ നിർത്തി. പേരക്കുട്ടികളോട് ഉറങ്ങാൻ പറഞ്ഞ് മുത്തച്ഛൻ കിടക്കാൻ പോയി. അധ്യായം 13. കുട്ടികൾ നേരത്തെ തന്നെ കഥ കേൾക്കാൻ ഉത്സുകരായി ഇരിപ്പാണ്. മുത്തച്ഛൻ ഊണ് കഴിഞ്ഞ് അവരുടെ മുന്നിൽ ഹാജരായി കഥ പറയാൻ തുടങ്ങി. രാമനും സീതയും ലക്ഷ്മണനും അത്രി മുനിയുടെ ശിഷ്യന്മാരുടെ സഹായത്തോടെ ദണ്ഡകവനത്തിൽ എത്തിച്ചേർന്നു. രാക്ഷസന്മാരുടെ ഭീഷണി ആ വനത്തിൽ എന്നുമുണ്ട്. ഭീകരന്മാരും ശക്തന്മാരുമായ ധാരാളം രാക്ഷസന്മാർ അവിടെയുണ്ട്. ചീവീടുകളുടെ ഝങ്കാരവും സിംഹം, പുലി, ആന, കടുവ എന്നീ കാട്ടുമൃഗങ്ങളുടെ ഗർജനവും കേൾക്കാം. മരങ്ങൾ ഇടതിങ്ങിയ വനമാകിയാൽ സൂര്യവെളിച്ചം കുറവാണ്. മൂവരും വളരെ കരുതലോടെയാണ് ദണ്ഡകവനത്തിൽ. യാത്ര പുറപ്പെട്ട ഞാണീറ്റി കയ്യിൽ അമ്പുകളേന്തി രാമൻ കാണും. പിന്നിൽ ധനുർധരനായി ലക്ഷ്മണൻ. രണ്ടുപേർക്കും നടുവിൽ സുരക്ഷിതയായി സീത. കുറേ ദൂരം നടന്നു. മനോഹരമായൊരു തടാകം. അതിലിറങ്ങി വെള്ളം കുടിച്ച് ക്ഷീണം തീർത്തു. അല്പസമയം തണലത്ത് വിശ്രമിച്ചു. അതാ ഒരു ഭയങ്കര സത്വം വരുന്നു. കണ്ടാൽ പേടിയാവും. ഒരു അത്ഭുത രാക്ഷസൻ. പേര് വിരാധൻ. അവൻ ചില്ലറക്കാരനല്ല. മല പോലെ വലിപ്പം. വാ തുറന്നാൽ 3 പേരും കൂടി ഒരു ഉരുളയ്ക്കുള്ള വലിപ്പമേയുള്ളൂ. അലറിപ്പാഞ്ഞുകൊണ്ടാണ് വരവ്. ഇടതു തോളിലെ ശൂലത്തിൽ മനുഷ്യനെയാണ് കുത്തി കോർത്തിട്ടിരിക്കുന്നത്. വായിൽ കാണുന്ന തേറ്റകൾ കൊണ്ട് കാട്ടുമൃഗങ്ങളെ കൊന്നു തിന്നും. രാമാദികളെ ലക്ഷ്യം വെച്ച് തന്നെയാണ് അവൻ്റെ വരവ്. കാര്യം മനസ്സിലാക്കി രാമലക്ഷ്മണന്മാർ അവനെ നേരിടാൻ തന്നെ തയ്യാറായി നിന്നു. അവൻ ഉറക്കെ അലറിയടുത്തു. തൻ്റെ അറിവ് കൂടാതെ കാട്ടിൽ സഞ്ചരിക്കുന്നത് ആരാണ്? എന്തിനു വേണ്ടിയാണ് വരവ്? ഈ ഘോരവനത്തിൽ എത്തിച്ചേരാൻ ഇവർക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ഇതൊക്കെ രാക്ഷസനറിയണം. തങ്ങൾ രാമലക്ഷ്മണന്മാരാണെന്ന് അറിയിച്ചു. സീത രാമൻ്റെ പത്നിയും. വന്നത് തന്നെ പോലെയുള്ള ദുഷ്ടരാക്ഷസന്മാരെ കൊല്ലാൻ. അത് കേട്ട് അവൻ ക്രുദ്ധനായി. മുനിവേഷധാരികളാണെങ്കിലും അഹങ്കാരികളാണ്. നിങ്ങൾക്കെന്നെ അറിയില്ല. മഹാമുനികൾ പോലും ഈ വനം വിട്ട് ഓടിപ്പോയിരിക്കുകയാണ്. ജീവൻ വേണമെങ്കിൽ സീതയെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടുകൊള്ളിൻ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഈ വായ്ക്കകത്താക്കും. വായു തുറന്നുകൊണ്ട് അവൻ പാഞ്ഞു വന്നു. രാമൻ അമ്പെയ്ത് അവൻ്റെ കൈകൾ വെട്ടി, കാലുകൾ അരിഞ്ഞു. എന്നിട്ടും ആ ഭീകരസത്വം വിടുന്ന മട്ടില്ല. വാ തുറന്ന് രാമനെ വിഴുങ്ങാനെടുത്തു. അപ്പോൾ തലയും വെട്ടി. അവൻ്റെ ജഡം ഒരു പർവ്വതം പോലെ നിലംപതിച്ചു. ഉടനെ ഉടലിൽ നിന്നൊരു സുന്ദര രൂപം പുറത്തു വന്നു. അവനാണ് വിദ്യാധരൻ. പണ്ട് ദുർവാസാവു മഹർഷിയുടെ ശാപത്താൽ അവൻ രാക്ഷസനായി തീർന്നു. ഇപ്പോൾ രാമബാണമേറ്റ് മോക്ഷം പ്രാപിച്ചു. വിരാധവധം കഴിഞ്ഞ് രാമ, സീത, ലക്ഷ്മണന്മാർ നേരെ തിരിച്ചത് ശരഭംഗ വനത്തിലേക്കാണ്. അവിടെയാണ് ശരഭംഗ മഹർഷിയുടെ ആശ്രമം. ശ്രീരാമനെ കണ്ട ഉടനെ മഹർഷി ചെന്ന് എതിരേറ്റു. ഇരിപ്പിടം നൽകി പൂജിച്ചു. മഹർഷി ശ്രീരാമന്റെ വരവും കാത്ത് ഇരിക്കുകയായിരുന്നു. തൻ്റെ തപസ്സാൽ നേടിയെടുത്ത പുണ്യമെല്ലാം ശ്രീരാമന് നൽകി മഹർഷി സ്വയം അഗ്നിയിൽ ലയിച്ച് മോക്ഷമടഞ്ഞു. ശരഭംഗൻ ബ്രഹ്മലോകം പൂകിയ വാർത്തയറിഞ്ഞ് ദണ്ഡകാരണ്യത്തിലെ മുനിമാരെല്ലാം ശ്രീരാമദർശനത്തിന് ശരഭംഗാശ്രമത്തിലെത്തി. മൂവരും മഹർഷിമാരെ വണങ്ങി കുശലമന്വേഷിച്ചു. അവരിൽ നിന്ന് ശ്രീരാമൻ ഋഷിമാരുടെ ദുഃഖം മനസ്സിലാക്കി. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് അവർ മുനിമാർ പാർക്കുന്ന വനഭാഗങ്ങൾ കാണാനിറങ്ങി. അതുകൊണ്ട് കാര്യങ്ങൾ നേരിട്ട് കണ്ടറിയാൻ കഴിഞ്ഞു. വനത്തിൽ പലയിടത്തും അസ്ഥികളും തലയോടും നിറഞ്ഞ കൂമ്പാരങ്ങൾ. എല്ലാം മഹർഷിമാരുടേതാണ്. മാംസം ഭക്ഷിച്ച് ഉപേക്ഷിക്കപ്പെട്ടവ. ദുഷ്ടന്മാരായ രാക്ഷസന്മാർ കൊന്നുകൂട്ടിയ മഹർഷിമാരുടെ എണ്ണമോർത്ത് ശ്രീരാമൻ ദുഃഖിച്ചു. ചുറ്റും കൂടി നിന്ന മഹർഷിമാരുടെ മുന്നിൽ വെച്ച് തന്നെ ശ്രീരാമൻ പ്രതിജ്ഞയെടുത്തു. രാക്ഷസന്മാരെ എല്ലാം കൊന്നൊടുക്കുന്നുണ്ട്. രാമനും സീതയും ലക്ഷ്മണനും മഹർഷിമാരുടെ ആശ്രമങ്ങൾ ഓരോന്നായി കയറിയിറങ്ങി കുശലമന്വേഷിച്ചു. അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. ഓരോരുത്തരുടെയും നിർദ്ദേശമനുസരിച്ച് ദുഷ്ടരായ രാക്ഷസന്മാരെ ദിനം പ്രതി കൊന്നൊടുക്കി. കുറേ വർഷങ്ങൾ അവിടെ താമസിച്ചു. മഹർഷിമാരെല്ലാം സുരക്ഷിതരായി. പിന്നീട് പോയത് അല്പം അകലെയുള്ള സുതീക്ഷണാശ്രമത്തിലേക്കാണ്. പ്രകൃതി അനുഗ്രഹിച്ച സമ്പന്നമായ വനം. അവിടെ ധാരാളം മഹർഷിമാർ തിങ്ങിപ്പാർത്തിരുന്നു. സുതീക്ഷണൻ അഗസ്ത്യമുനിയുടെ മുഖ്യ ശിഷ്യനാണ്. ശിഷ്യനെ വന്ദിച്ച് എല്ലാവരും അഗസ്ത്യമുനിയുടെ അടുത്തേക്ക് പോയി. പോകുന്ന വഴിക്കാണ് അഗസ്ത്യമുനിയുടെ അനുജൻ താമസിക്കുന്നത്, അഗ്നിജിഹ്വൻ. അവിടെ കയറി മഹർഷിയെ വന്ദിച്ച് അഗസ്ത്യമുനിയുടെ അടുത്തു ചെന്നു.
ബ്രഹ്മലോകത്തിന് തുല്യമാണ് അഗസ്ത്യാശ്രമം. രാമമന്ത്രത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്ന മുനി ഉടനെ തന്നെ രാമന്റെ അടുത്തെത്തി. മൂവരും മുനിയെ വണങ്ങി. മുനി അവരെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ടോ ശ്രീരാമന് ജ്ഞാനോപദേശം നൽകി. പണ്ട് ദേവേന്ദ്രൻ നൽകാൻ ഏൽപ്പിച്ചിരുന്ന ദിവ്യായുധങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചു. അവിടെ നിന്നും മൂവരും പഞ്ചവടിയിലേക്ക് തിരിച്ചു. ഗോദാവരി നദീതീരത്തുള്ള ആ പുണ്യഭൂമി ശേഷിച്ച വനവാസകാലം കഴിക്കാൻ അനുയോജ്യമാണ്. വഴിമധ്യേ മല പോലുള്ള ഒരു സത്വം. ആരാണത്? ജടായു, ദശരഥന്റെ ആദ്യകാല സുഹൃത്ത്, കഴുകന്റെ വംശത്തിൽ പിറന്ന ഭക്ഷിശ്രേഷ്ഠൻ. പക്ഷേ തിരിച്ചറിയാൻ കഴിയാതെ രാമൻ അവനെ വധിക്കാൻ ഒരുമ്പെട്ടു. ജടായു ആരാണെന്നറിയിച്ചു. അതോടെ ശ്രീരാമന്റെ പ്രിയപ്പെട്ടവനായി തീർന്നു. സീത എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടുപോയ സഹായത്തിന് അടുത്തുണ്ടാകുന്നത് നന്നെന്ന് കരുതി പക്ഷീന്ദ്രൻ പഞ്ചവടിക്ക് സമീപം താമസമുറപ്പിച്ചു. രാമനും സീതയും ലക്ഷ്മണനും പഞ്ചവടിയിൽ പ്രവേശിച്ചു. ഇനി നാളെ പറയാം. മക്കൾ പോയി കിടന്നുറങ്ങിക്കോളൂ.